എടാ അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇവളെന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോടെ ഞാൻ എല്ലാം മറന്നു. നിന്നോട് ഇവൾ അങ്ങനെ മാപ്പ് ചോദിച്ചോണ്ട് നിനക്ക് സമാധാനം കിട്ടിക്കാണും. പക്ഷേ എന്റെ കാലാരും പിടിച്ചില്ലല്ലോ. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. ഇവളെ കൊണ്ട് എന്റെ കാലും ഞാൻ പിടിപ്പിച്ചോളാം. ജയിലിൽ പോയാലെങ്കിലും നീയൊക്കെ നന്നാവൂന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞേ ഇരിക്കും. സ്റ്റേഷനിൽ വെച്ച് എന്റെ കാല് പിടിച്ച മഹിമ തന്നെയാണോ ഈ നിൽക്കുന്നത്? എന്തൊരു ധൈര്യം, എന്തൊരു ആത്മവിശ്വാസം. വക്കീലിന്റെ ജീവിതം വെച്ച് നീ കളിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ നിന്റെ മുൻപിൽ തല താഴ്ത്തി നിന്നത്. പക്ഷേ ഇനി ഒരു വട്ടം കൂടി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത വരുന്നിടത്ത് വെച്ച് കാണാന്ന് കരുതി ഞാനും വക്കീലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങ് എടുക്കും. ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്ന 2 ജന്മങ്ങൾ തീർന്നാലും ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല. അതുകൊണ്ട് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് നീയൊക്കെ നിർത്തിക്കും. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇപ്പൊ ഞങ്ങൾ വന്നത് നിന്നൊരു സന്തോഷ വാർത്ത നേരിട്ട് അറിയിക്കാനാ. ഞങ്ങള് നിന്റെ കോളേജിൽ വീണ്ടും അഡ്മിഷൻ എടുക്കാൻ പോവാ.